മക്കളെ നോക്കട്ടോ. പക്ഷെ നമ്മള് ലാസ്റ്റ് റിവിഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുത്തു, അതേപോലെ ഡിവിഡൻഡ് ഡിസിഷൻ എടുത്തു. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എം ഹൈപ്പോത്തസിസ്, എം അപ്രോച്ച് അല്ലെ, എം അപ്രോച്ച് ഒഴികെ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ലിവറേജ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ ടോട്ടൽ റൗണ്ട് നമുക്കറിയാം 9 ചാപ്റ്റർ ഉള്ളത് അല്ലെ. സോ 9-ൽ 7 ചാപ്റ്റർ ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി 2 ചാപ്റ്റേഴ്സ് മീൻസ് ഭയങ്കര ലെസ് ഇമ്പോർട്ടൻസ് ആണ്. സോ ഈ 7 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി 100 മാർക്ക് മീൻസ് 100% അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പ്രോബ്ലം ബേസ്ഡ് ആണ്. തിയറി ബേസ്ഡ് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതിന് പകരം നേരെ എസ്എമ്മിലോട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ കോസ്റ്റ്, ഡിവിഡൻഡ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലിവറേജ് അല്ലെ. പിന്നെ ഇനി ബാക്കിയുള്ള 2-3 ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്ന് റേഷ്യോ, പിന്നെ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഏകദേശം എപ്പോഴാണ് നെക്സ്റ്റത്തെ ചാപ്റ്ററും കൂടി ചെയ്യാൻ പറ്റുക അല്ലെ. ആക്ച്വലി എന്നോട് ഇത് 3 ചോദിച്ചിട്ടുള്ളൂ ചെയ്യാനായിട്ട്. ബാക്കിയും കൂടി ചെയ്യണോ? എന്താ അവസ്ഥ? മീൻസ് വർക്കിംഗ് ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഒക്കെ ചെയ്യണോ? അതേപോലെ നമുക്ക് ഈ വീക്കിൽ ഏതെങ്കിലും ഒരു സെഷൻ ഒന്നും കൂടി നടത്താം. അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആവും, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിലെ കുറച്ച് പോർഷൻസ്. ഓക്കെ, സോ അത് നമുക്ക് ഈ വീക്കിൽ തന്നെ നടത്താം. മോസ്റ്റ്ലി നാളെ വേണ്ട, മറ്റന്നാള് പറ്റുവാണെങ്കിൽ ഞാൻ ഡേറ്റ് ഞാൻ പറയാം. നാളെ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, സോ മോസ്റ്റ്ലി മറ്റന്നാള് നമുക്ക് നടത്താൻ പറ്റുന്ന പോലെ ചെയ്യാം. ഓക്കെ, ഏതർ ഇൻവെസ്റ്റ്മെന്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ടോപ്പിക് എടുക്കാൻ ഞാൻ പറയാം. ശരി, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്രോച്ചിലേക്ക് പോന്നെ നോക്ക്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരുന്ന മീൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാ അല്ലെ. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് അല്ലെ, ഈ 3 അപ്രോച്ച് നമ്മൾ പഠിച്ചു അല്ലെ. യെസ്. ഇനി അതിൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ റെലവെന്റ് ആയിട്ടുള്ള കേസ് ഉണ്ട്, ഇറലവെന്റ് ആയിട്ടുള്ള കേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് 3 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നെറ്റ് ഓപ്പറേറ്റിംഗും നെറ്റ് ഇൻകം ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് അല്ലെ. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ തിയറീസാ പഠിക്കുന്നത്. അടുത്ത ടോപ്പിക് വരുന്നത് അപ്രോച്ച് ആണ് കേട്ടോ. സോ അപ്രോച്ച് തന്നെ നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. അപ്രോച്ച് വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സും. ക്ലിയർ ആണോ? വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സും. ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ചിട്ട് ഫേമിന്റെ വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ് പോയിന്റ്. സോ അതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ ആദ്യം 1958 വിത്തൗട്ട് കൺസിഡറിങ് ടാക്സ്. ഓക്കെ, സോ ടാക്സ് കൺസിഡർ ചെയ്യാണ്ട് ഇവർ രണ്ടുപേരും ഡിസൈഡ് ചെയ്തു. മീൻസ് ഒരു ഇത് അപ്രോച്ച് പറഞ്ഞു, അതായത് ഇറ്റ് വിൽ നോട്ട് അഫക്ട്. മനസ്സിലായോ? സോ അതായത് റെലവൻസ് അല്ല, ഇറലവൻസ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 5 years കഴിഞ്ഞിട്ട് ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് റെലവന്റ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ അപ്രോച്ച് വിത്ത് ടാക്സും കൂടി കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിന് പകരം നമുക്ക് മീൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലോട്ട് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി ഈ ഒരു ഒറ്റ പേജ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിൽ നമുക്ക് അപ്രോച്ച് വിത്തൗട്ട് ടാക്സും വിത്ത് ടാക്സും രണ്ടും നിങ്ങൾക്ക് ഇതും തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നേരെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാം. ക്ലിയർ? ഓക്കെ, സോ നോക്കൂ മക്കളെ, വിത്തൗട്ട് ടാക്സിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൊണ്ടുവന്നാലും ഡെപ്റ്റ് കൊണ്ടുവന്നിട്ടില്ലേ, മനസ്സിലായി? ഡെപ്റ്റ് ഉണ്ടെങ്കിലും ഡെപ്റ്റ് ഇല്ലേ, ഫുൾ ഇക്വിറ്റി ആയിക്കോട്ടെ, ഫുൾ ഡെപ്റ്റ് തീരെയില്ല, ഫുൾ എന്താ പറയാ ഇക്വിറ്റി ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ഹാഫ്, കുറച്ച് ഡെപ്റ്റ് കുറച്ച് ഇക്വിറ്റി എന്നുള്ള രീതിയിലായിക്കോട്ടെ. അതായത് കുറച്ച് നിങ്ങൾ ലിവറേജ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്താ, ഡെപ്റ്റ് കുറച്ചും കൂടി കൊണ്ടുവരാന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫുൾ ഇക്വിറ്റി ആയിക്കോട്ടെ, കുറച്ച് ഡെപ്റ്റ് ഉള്ള കേസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു അൺലിവേർഡ് ഫേം, ലിവേർഡ് ഫേം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടായിക്കോട്ടെ, വിത്തൗട്ട് ടാക്സിൽ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ്. ഓക്കെ, വിത്ത് ടാക്സിൽ പറയുന്നത് ഇതിന്റെ വാല്യൂ ചേഞ്ചസ് വരും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ ഈ 4 ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി, ബാക്കി നമുക്ക് ഫുൾ വിത്തൗട്ട് ടാക്സും വിത്ത് ടാക്സിന്റെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ നോക്ക്, ഞാൻ നേരെ വിത്ത് ടാക്സിന്റെ കേസിലേക്കാണ് പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് അതിൽ ടാക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് ടാക്സിന്റെ ഇക്വേഷനിലേക്ക് കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ ആണോ?
യെസ്. സോ ദ ഫസ്റ്റ് പോയിന്റ് നോക്കുക, വാല്യൂ ഓഫ് എ ഗിയർഡ് ഫേം ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺഗിയർഡ് ഫേം, അൺലിവേർഡ് ഫേം പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് റേറ്റ്. ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു എന്താ പറയാ കുറച്ച് ഡെപ്റ്റ് കൊണ്ടുവരാണെന്ന് വിചാരിച്ചോ. ഡെപ്റ്റ് വരുമ്പോൾ എന്തായാലും നാച്ചുറലി ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ? യെസ്. അപ്പൊ ആ ഇൻട്രസ്റ്റിന് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. ക്ലിയർ ആണോ? സോ ഇൻട്രസ്റ്റിന്റെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻറ്റു ടാക്സ് റേറ്റ് അടിക്കുമ്പോൾ അത് ഒരു വർഷത്തേക്ക് മാത്രമുള്ളതാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇൻഫിനിറ്റ് പീരീഡിലേക്കാണ്. ഇപ്പോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ കുറച്ച് അസംഷനും വരുന്നുണ്ട്. സോ അസംഷൻസ് ഒക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ നോക്കുന്നോടി, അസംഷൻസ് ഇതൊക്കെയാ പറയുന്നത്. അതായത് നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ഫണ്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് ഡെപ്റ്റ് ഇക്വിറ്റി, ഈ മാത്രമേ ഉള്ളൂ, ഡെപ്റ്റും ഇക്വിറ്റിയും. ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം ആർ ഗിവൺ. സോ ടോട്ടൽ ഇത്രയായിരിക്കും അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസറ്റിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ. ദ ഡിഗ്രി ഓഫ് ലിവറേജ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സെല്ലിംഗ് ഡെപ്റ്റ് ടു പർച്ചേസ് ഷെയർസ് ഓർ സെല്ലിംഗ് ഷെയർസ് ടു റിട്ടയർ ഡെപ്റ്റ്. ഓക്കെ. അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഷെയർ ഉണ്ട് ഒരുപാട്, അപ്പൊ ഷെയറിന് പകരം നിങ്ങൾ ഡെപ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലിവറേജ് ചേഞ്ച് വരുത്താം. ടാക്സസ് കൺസിഡർ ചെയ്യാത്ത കേസും കൺസിഡർ ചെയ്ത കേസും ഉണ്ട്. ഡിവിഡൻഡ് ഫുള്ളി പെയ്ഡ് ആണ്. ടോട്ടൽ ഫിനാൻസിങ് റിമെയിൻസ് സിമിലർ, അതായത് എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ഫിനാൻസ് എടുത്തിട്ടുള്ളത് അത് സെയിം ആണ്. ബിസിനസ് റിസ്ക് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഫേം ഈസ് പെർപെച്വൽ ആണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ലൈഫ് ഈസ് പെർപെച്വൽ ആണ്, പെർപെച്വിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ നോക്ക്, ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് 1 ഇയർ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വർഷം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് 1 lakh rupees ആണ് ഡെപ്റ്റ് എന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് 10% എന്ന് പറഞ്ഞു. ഓക്കെ, 10% റേറ്റ്. പിന്നെ ടാക്സ് നിങ്ങളോട് പറയുന്നു 30%. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഹൗ മച്ച് അല്ലെ? ഡെപ്റ്റ് 1 lakh ആണ്, ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 10,000 ആയിരിക്കും ഇൻട്രസ്റ്റ് വരിക. ക്ലിയർ? പക്ഷെ ആക്ച്വലി ഇൻട്രസ്റ്റ് 10,000 കൊടുക്കുവാണെങ്കിലും 10,000 എക്സ്പെൻസ് വരുന്നതുകൊണ്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഇവിടെ വരുന്ന ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഇൻറ്റു 30% ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3,000. ക്ലിയർ? 3,000 ആണ് ടാക്സ് ബെനിഫിറ്റ് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഈ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടല്ലോ മക്കളെ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3,000 ബെനിഫിറ്റ് വരും, സെക്കൻഡ് ഇയറിൽ 3,000 ബെനിഫിറ്റ് വരും. പെർപെച്വൽ ലൈഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഫിനിറ്റ് ഇയേഴ്സിലോട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക ബെനിഫിറ്റ് പറ? ടാക്സ് ബെനിഫിറ്റിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നോക്ക്, നിങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടാൻ പോകുന്ന ടാക്സ് ബെനിഫിറ്റിന്റെ ഇന്നത്തെ വാല്യൂ ഒക്കെ എത്തിക്കാൻ പോവാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇൻഫിനിറ്റ് പീരീഡിലേക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പെർപെച്വിറ്റിയുടെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. സോ 3,000 ഡിവൈഡഡ് ബൈ, ഓക്കെ, സോ ഇവിടെ റേറ്റ് 10% ആണ്, സോ 30,000 ആണ്. സോ അതായത് ഓവറോൾ ഇനി വരാൻ പോകുന്ന എല്ലാ ടാക്സ് ബെനിഫിറ്റിന്റെയും പ്രസന്റ് വാല്യൂ എടുക്കുമ്പോൾ 30,000 കിട്ടുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഡയറക്ട്ലി ഈ 1 lakh ഇൻറ്റു 30% അടിച്ചാൽ 30,000 കിട്ടും. മനസ്സിലായോ? സോ എല്ലാ വർഷവും വരുന്ന ഇൻട്രസ്റ്റിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾ ടോട്ടൽ ആയിട്ട് ഡെപ്റ്റിന്റെ ആ 30% എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ. സോ ആ പോയിന്റ് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ? സോ വാല്യൂ ഓഫ് എ ലിവേർഡ് ഫേം ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് എന്ത് ചെയ്യണം? ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് അടിച്ചാൽ മതി. മനസ്സിലായി? ഡെപ്റ്റ് ഇപ്പൊ 1 lakh ഉണ്ടെങ്കിൽ ടാക്സ് റേറ്റ് നിങ്ങൾ 30% ആണെങ്കിൽ ഇപ്പൊ 30,000 വരും. സെറ്റ് അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തിട്ട് തന്നെ ഞാൻ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം, ഇവിടെ നമുക്ക് ഡെപ്റ്റ് എത്രയാണെന്ന് മനസ്സിലായി, ടാക്സ് റേറ്റ് ക്ലിയർ ആണ്, വി യു എന്താണെന്ന് അറിയണം അല്ലെ? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്ക്, നമുക്ക് ഇപ്പൊ അൺലിവേർഡ് ഫേമാ, അൺലിവേർഡ് ഫേമിന്റെ കേസിൽ ഓക്കെ, അവിടെ എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് വരക്കൂലേ? നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരക്കുവാണെങ്കിൽ ഫസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്നത് EBIT എടുക്കും, എന്നിട്ട് ഇൻട്രസ്റ്റ് എടുക്കുക, EBT എടുക്കും അല്ലെ? എന്നിട്ട് ടാക്സ്, EAT, പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ്, പിന്നെ EAESH, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അൺലിവേർഡ് ഫേമിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെ? യെസ്. അപ്പൊ നേരെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 1 lakh ആണ് നിങ്ങളുടെ EBIT എങ്കിൽ അത് തന്നെ ആയിരിക്കും ഏർണിങ്സ് ബിഫോർ ടാക്സ് വരിക. സോ ഇൻട്രസ്റ്റ് ചേഞ്ച് വരുന്നില്ല. സോ ടാക്സ് ഇവിടെ 30% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്ര കിട്ടും? 70,000 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ?
സോ ശരിക്കും നിങ്ങൾ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് എന്ന് ചെയ്താൽ പോരെ? ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. ഇവിടെ പ്രിഫറൻസ് ഷെയറും യൂസ് ചെയ്യുന്നില്ലല്ലോ. പ്രിഫറൻസ് ഷെയറും ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആണോ? പ്രിഫറൻസും ഇല്ല. സോ ഇക്വിറ്റി ഷെയർസ് മാത്രമേ ഉള്ളൂ. സോ ഇത് തന്നെ ആയിരിക്കും എന്ത് വരിക? ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും വരിക. ക്ലിയർ? സോ EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് എടുക്കുക. ഓക്കെ അല്ലേ? യെസ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? KE ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. സോ ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്കിപ്പോ ഇതറിയാം. ഇപ്പൊ ഡെപ്റ്റ് ഇൻറ്റു നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ? അതേപോലെ നമുക്ക് ഇക്വിറ്റിയുടെ വാല്യൂ ഉണ്ടല്ലോ, അതിന്റെ റേറ്റ് KE വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടും. സോ അത് വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ്? EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? KE. സോ ഒരു വർഷം ഏർണിങ്സ് ഇത്രയാണെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു വർഷം ഏർണിങ്സ് നമുക്ക് ഇപ്പൊ 70,000 കിട്ടി. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇൻഫിനിറ്റ് പീരീഡിലേക്ക് പോവാണ്. സോ ഡിവൈഡ് ബൈ KE അടിക്കുക, വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും അല്ലെ? അപ്പൊ വാല്യൂ ഓഫ് ഇക്വിറ്റിന്റെ കൂടെ വാല്യൂ ഓഫ് ഡെപ്റ്റും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നോക്ക്, നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കേസ് എന്താ? അൺലിവേർഡ് ഫേം ആണ് അല്ലെ? അൺലിവേർഡ് ഫേം ആകുമ്പോൾ അവിടെ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. സോ എന്താണോ വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത് അത് തന്നെ ആയിരിക്കും വാല്യൂ ഓഫ് ദ ഫേം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആ പോയിന്റ് മനസ്സിൽ വെക്കുക. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫസ്റ്റ് EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് എടുക്കുക. ക്ലിയർ അല്ലേ? EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് എടുത്തു. ക്ലിയർ? അപ്പൊ അത് എടുത്തിട്ട് നിങ്ങൾ ഡിവൈഡഡ് ബൈ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് അൺലിവേർഡ് ഫേം എടുക്കുക. സി നോക്ക്, നിങ്ങൾക്ക് അൺലിവേർഡ് ഫേം ഇല്ലേ? അൺലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇല്ല. ഡെപ്റ്റ് ഇല്ലാത്ത കേസിൽ അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെ ആയിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും KEയും സെയിം ആയിരിക്കുമല്ലോ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ KEU അല്ലെങ്കിൽ KOU ചെയ്യുക. KOU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിവേർഡ് ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അൺലിവേർഡ് ഫേമിന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും സെയിം ആണ്. അപ്പൊ അത് എടുത്താൽ മതി. സെറ്റ് ആണോ? വാല്യൂ ക്ലിയർ അല്ലേ? യെസ്. എല്ലാവർക്കും ഓക്കെ ആണോ? VU കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. സോ നോക്ക്, നമ്മൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഒറ്റ സാധനം പഠിച്ചിട്ടുള്ളൂ. എന്താണ്? VG ഈസ് ഈക്വൽ ടു VU പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ്. VU എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് EBIT ആഫ്റ്റർ ടാക്സ് എടുത്തിട്ട് ഡിവൈഡ് ബൈ KE ചെയ്താൽ മതി. ക്ലിയർ? അപ്പോ ഇതേ സംഭവം നിങ്ങൾ വെൻ ഇറ്റ് കംസ് ടു ടാക്സ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ VG ഈക്വൽ ടു VU ആവും അല്ലെ? അപ്പൊ ഇവിടെയും 1 മൈനസ് ടാക്സ് ഇല്ല. മനസ്സിലായി? ടാക്സ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഇവിടെ T എന്തായിരിക്കും? 0 ആയിരിക്കും. സോ EBIT ഇൻറ്റു 1 മൈനസ് 0, EBIT ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ തന്നെ വരും. സോ ഡയറക്ട്ലി യു വിൽ ഗെറ്റ് EBIT ഡിവൈഡ് ബൈ KEU. സോ ഇക്വേഷൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്തൊക്കെ എഴുതാം? ഒന്ന്, വാല്യൂ ഓഫ് ഗിയർഡ് ഫേം ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം അല്ലേ? മനസ്സിലായോ? ഏത് കേസിലാ പറയുന്നത്? ടാക്സ് ഇല്ലാത്ത കേസിൽ. സോ ഇവിടെ ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് വരില്ല, ഇത് 0 അല്ലേ? ഒരു പോയിന്റ്. രണ്ടാമത്തെ, ഇതില് നിങ്ങൾ ടാക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ KU എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ജസ്റ്റ് ഗോ ഫോർ ദിസ്. ഇത് പഠിക്കാം, T0 ഇട്ട് കൊടുക്കുക. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? സെറ്റ്. ഇനി നെക്സ്റ്റ് പഠിക്കേണ്ട പോയിന്റ് നമുക്ക് എങ്ങനെ ഗിയേർഡ് ഫേമിന്റെ KE കണ്ടുപിടിക്കാന്ന്. ഓക്കെ, സോ ഗിയേർഡ് ഫേമിന്റെ KE എങ്ങനെ കണ്ടുപിടിക്കുക? നോക്ക്, ഇതും നിങ്ങൾ പഠിച്ച സാധനം തന്നെയാണ്. നമുക്കിപ്പോ KO കണ്ടുപിടിക്കണ്ടേ? KO കണ്ടുപിടിക്കുമ്പോൾ നമ്മള് ഇപ്പോ ഡെപ്റ്റും ഇക്വിറ്റി മാത്രം ഉണ്ടെന്ന് വിചാരിച്ചോ. സോ നമ്മൾ എന്താ ചെയ്യുക? വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു KD പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു KE. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? KO കണ്ടുപിടിക്കുന്നത് അല്ലേ? ക്ലിയർ ആണോ? സോ KO കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു KD പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു KE എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തോ. സോ ദ KO മൈനസ് ഒരു മിനിറ്റ്, ഞാൻ ഇതിനൊരു ചെറിയ മാറ്റം വരുത്തട്ടെ. സോ KO ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡെപ്റ്റ് ഇൻറ്റു KD ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, സോറി ഇക്വിറ്റി അല്ല, ടോട്ടൽ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി അല്ല വരാം, ടോട്ടൽ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. ഇത് ഇങ്ങോട്ട് എടുത്ത് നോക്കിയാല് KO മൈനസ് WD ഇൻറ്റു KD ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു KE. ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ KO ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഇക്വിറ്റി മൈനസ്, ഇത് വേണ്ട, 30 സെക്കൻഡ് കേട്ടോ. വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു KE. അപ്പൊ ഇതിനെ വെയിറ്റ് ഓഫ് ഡെപ്റ്റിനെ നമുക്ക് ഡെപ്റ്റ് ഇൻറ്റു KD ആക്കാം, ഡിവൈഡഡ് ബൈ D പ്ലസ് E. സെയിം വേ ഇതിനെ ഇക്വിറ്റി ഇൻറ്റു KE ആക്കാം, ഡിവൈഡ് ബൈ D പ്ലസ് E ഇൻറ്റു KO. ഇതിനെ ക്രോസ് ചെയ്താൽ ഡെപ്റ്റ് ഇൻറ്റു KO പ്ലസ് E ഇൻറ്റു KO is equal to debt into KD plus E into KE എന്നായി. ഇനി ഇതില് ഈ പോർഷൻ ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് D ഇൻറ്റു KD എന്ന് പറഞ്ഞ പോർഷൻ ഇങ്ങോട്ട് എടുത്താല് ഡെപ്റ്റ് ഇൻറ്റു KO മൈനസ് ഡെപ്റ്റ് ഇൻറ്റു KD is equal to E ഇൻറ്റു KE മൈനസ് E ഇൻറ്റു KO എന്ന് കിട്ടും. ഇതിനെ പിന്നെ അറേഞ്ച് ചെയ്യാം. ഡെപ്റ്റ് ഇൻറ്റു KO മൈനസ് KD ഈക്വൽ ടു E ഇൻറ്റു KE മൈനസ് KO. ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ D ബൈ E ഇൻറ്റു KO മൈനസ് KD ഈക്വൽ ടു KE മൈനസ് KO. സോ ഇതിനെ പിന്നെയും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് KO പ്ലസ് D ബൈ E ഇൻറ്റു KO മൈനസ് KD ഇസ് ഈക്വൽ ടു KE എന്ന് കിട്ടും. സോ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുമ്പേ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, KO കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ. സോ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു KD പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു KE. ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എത്തിച്ചു. ക്ലിയർ ആണോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഡയറക്ട്ലി ഇട്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? KE കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ KOയും WDയും KDയും WEയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KE കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ മനസ്സിലായോ സംഭവം? ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് KEയിലോട്ട് എത്തിച്ചത്. സോ ഇവിടെയുള്ള ഇക്വേഷൻ നോക്കുക, KEG ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞ ലിവേർഡ് ഫേമിന്റെ KE. ക്ലിയർ അല്ലേ? സോ കണ്ടുപിടിക്കണം എന്താ? KE ഓഫ് ലിവേർഡ് ഫേം. എങ്ങനെ കണ്ടുപിടിക്കുക? KEU പ്ലസ്, ഓക്കെ, KEU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിവേർഡ് ഫേമിന്റെ KE അല്ലെങ്കിൽ അൺലിവേർഡ് ഫേമിന്റെ KO. ഇത് രണ്ടും സെയിം ആണല്ലോ. ഓക്കെ, പ്ലസ് നിങ്ങൾ നെക്സ്റ്റ് ഇതും KD തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ക്ലിയർ അല്ലേ? എന്നിട്ട് D ബൈ E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ശരിക്കും ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് ടാക്സിന്റെ കേസ് കിട്ടും. വിത്ത് ടാക്സ് ആണെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 1 മൈനസ് ടാക്സ്. ക്ലിയർ? ഇക്വേഷൻ മനസ്സിലായോ? ക്ലിയർ ആണോ? നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ CAPM മോഡൽ പഠിച്ച ഓർമ്മയുണ്ടോ? CAPM മോഡല് നമ്മൾ RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF പോലെയൊക്കെ ചെയ്തിട്ടില്ലേ? സോ അതേപോലെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ കുറച്ചും കൂടി ഡെപ്റ്റ് വരുമ്പോ എന്തായാലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടൂലേ? അത് ആലോചിച്ചാൽ മതി. ഡെപ്റ്റ് വരുന്നു എന്ന് വിചാരിക്കേ, കുറച്ചും കൂടി ഡെപ്റ്റ് വരുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടും. ഓക്കെ, സോ അവര് കുറച്ചും കൂടി കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരുന്ന ഒരു KE ഉണ്ട്, റിട്ടേൺ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അൺലിവേർഡ് ഫേമിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് കൂടും. ഏത് പ്രൊപ്പോർഷനിൽ? D ബൈ E എന്നുള്ള പ്രൊപ്പോർഷനിലായിരിക്കും കൂടുക. സോ KE മൈനസ് KD എടുത്തിട്ട് നിങ്ങൾ D ബൈ E എന്നുള്ള പ്രൊപ്പോർഷനിൽ മൾട്ടിപ്ലൈ ചെയ്യാം.
ഓക്കെ. പിന്നെ ടാക്സ് ഉള്ള ക്വസ്റ്റിലാണെങ്കിൽ 1 മൈനസ് ടാക്സ് ചെയ്യുക, ടാക്സ് ഇല്ലെങ്കിൽ ഇതെടുക്കണം. ഓക്കെ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മൾ എടുക്കുന്ന കെ ഡി, സാധാരണ നമ്മൾ കെ ഡി കണ്ടുപിടിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, കെ ഡി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൺസിഡർ ചെയ്യണം അല്ലെ? ടാക്സ് കൺസിഡർ ചെയ്യാണ്ട് വേണം ഇവിടെ എടുക്കാൻ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഡിബെഞ്ചറിന്റെ പെർസെന്റേജ് 12% ആണ്, തന്നെ 12% എടുക്കുക. ടാക്സ് റേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഉള്ള കെ ഡി അല്ല എടുക്കേണ്ടത്. കാരണം ഇവിടെ 1 മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ അതിന്റെ ഇഫക്ട് നള്ളിഫൈ ആവും. സോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എടുക്കുമ്പോൾ എന്ത് തന്നെ എടുക്കണം? യെസ്, 12% ആണെങ്കിൽ 12% തന്നെ എടുക്കാം. ഓക്കെ. സോ രണ്ട് ഇക്വേഷൻ ഓക്കെ ആണോ? ഞാൻ ഇത് മൂന്നാമത്തെ പറയുന്നതിന് മുമ്പേ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് വി ജിയും വി യു ഒക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ കെ ഇ ജിയും കൂടി കണ്ടുപിടിക്കുക. ഓക്കെ. യെസ്. സോ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ 8 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ. സോ നോക്ക്, ഡിറ്റർമൈൻ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, equity capitalization rate, that means KE, and weighted average cost of capital for each company assuming no taxes and with the taxes. Okay അല്ലേ? So question നോക്ക്, the following data relates to two companies belonging to same risk class. Expected net operating income is 18 lakh ഉണ്ട്, 12% debt. So A ലിമിറ്റഡിൽ ഡെപ്റ്റ് ഉള്ള കേസാണ്, ബി ലിമിറ്റഡിൽ ഡെപ്റ്റ് ഇല്ല. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇസ് 18. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കളെ, നമുക്ക് നേരെ യെസ് ഡെപ്റ്റ് മീൻസ് വിത്തൗട്ട് ടാക്സും വിത്ത് ടാക്സും നോക്കാം അല്ലെ? ഫസ്റ്റ് വിത്തൗട്ട് ടാക്സിന് നോക്കിയാലോ? ക്ലിയർ? നിങ്ങൾ ഇക്വേഷൻ ഇവിടെ ചെക്ക് ചെയ്തോ, പ്രോപ്പർ ആയിട്ട് ചെയ്ത് നോക്കാം. സോ വിത്തൗട്ട് ടാക്സിന്റെ കേസിൽ ആലോചിച്ച് നോക്കിയേ, വിത്തൗട്ട് ടാക്സിന്റെ കേസിൽ നോക്കാം കേട്ടോ. വിത്തൗട്ട് ടാക്സ്. സോ വിത്തൗട്ട് ടാക്സിൽ നമ്മൾ പഠിച്ച പോയിന്റ് നോക്കാം. വിത്തൗട്ട് ടാക്സിൽ ആണെങ്കിൽ ഇവിടെ ഉണ്ടോ, വാല്യൂ ഓഫ് ഗിയർഡ് ഫേം ഈക്വൽ ടു വാല്യൂ ഓഫ് അൺഗിയർഡ് ഫേം പ്ലസ് ഡെപ്റ്റ് ഇൻടു ടാക്സ്. അപ്പൊ ടാക്സ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഗിയർഡ് ഫേം ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺഗിയർഡ് ഫേം കിട്ടും. അറ്റ് ദ സെയിം ടൈം രണ്ടാമത്തെ പോയിന്റ്, EBIT ഇൻടു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ KU അല്ലേ? സോ ആ ഇക്വേഷൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ ടാക്സ് ഒഴിവാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ KEU എന്ന് എടുത്താൽ മതി. സോ ഇത് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം, ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം ആൻഡ് വാല്യൂ ഓഫ് ഗിയർഡ് ഫേം. ശരിക്കും പറഞ്ഞാൽ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ വാല്യൂല് മാറ്റം വരൂല എന്നല്ലേ പറയുന്നത് അല്ലെ? ഇറലവന്റ് അപ്രോച്ചിൽ പറയുന്നത് വാല്യൂ അൺഗിയർഡും ഗിയർഡും എന്തില്ല, മാറ്റം വരൂല എന്നാ പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, എത്രയാണ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം കണ്ടുപിടിക്കുക? ഇതാണ് കണ്ടുപിടിക്കുന്നത്, വി യു ആണ് കണ്ടുപിടിക്കുന്നത്. സോ വി യു കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്ടഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം EBIT തന്നിട്ടുണ്ട് 18 ലക്ഷം. ക്ലിയർ? സോ 18 ലക്ഷം എടുത്തു. സോ EBIT ഈസ് ഗിവൺ 18 lakh ഡിവൈഡഡ് ബൈ ദ KEU എന്ന് പറഞ്ഞാൽ ദ അൺലിവേർഡ് ഫേമിന്റെ KE ആണ് 18 അല്ലെ? യെസ്. സോ അൺലിവേർഡ് ഫേമിന്റെ KE is 18%. സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്ന് നോക്കിയേ. 18 lakh ഡിവൈഡഡ് ബൈ 18%. ചെക്ക് ചെയ്തോ. 18 lakh ഡിവൈഡഡ് ബൈ 18%. എത്രയുടെ ആൻസർ? ആണോ? 18 lakh ഡിവൈഡ് ബൈ 18% എത്രയാ? 1 crore അല്ലേ? ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചെയ്യേണ്ട രീതി മനസ്സിലായില്ലേ? യെസ്. സോ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വാല്യൂ ഓഫ് ഗിയർഡ് ഫേം ഈക്വൽ ടു വാല്യൂ ഓഫ് അൺഗിയർഡ് ഫേം. സോ അൺഗിയർഡ് ഫേമിന്റെ EBIT ഡിവൈഡ് ബൈ KU ചെയ്തു, 18 lakh ഡിവൈഡ് ബൈ 18%, 1 crore കിട്ടി. എടാ ഇത് തന്നെയാണ് എന്ത്? വാല്യൂ ഓഫ് ഗിയർഡ് ഫേമും വാല്യൂ ഓഫ് അൺഗിയർഡ് ഫേമും സെയിം അല്ലേ? സെറ്റ് ആണോ? ഡൗട്ട് ഉണ്ടോ ഇവിടെ? ഇവിടെ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ.
സെയിം അല്ലേ? എടാ ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് പറ, മെസ്സേജ് അടിക്ക്. ഓക്കെ, ഇവിടെ നൗഫിദ ഇല്ലേ? നൗഫിദ പോയാ? പൂജ? ഓക്കെ, ഇത് സെറ്റായി അല്ലേ? ആ, അപ്പൊ നമുക്ക് മക്കളെ ദ വാല്യൂ ഓഫ് ഗിയേർഡ് ഫേമും വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേമും ഫസ്റ്റ് കിട്ടി. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം കിട്ടി. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയും സെയിം ആണ്, 1 lakh ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമും 1 lakh ആണ്. ഗിയേർഡ് ഫേമിന്റെയും 1 lakh ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് വിത്തൗട്ട് ടാക്സിന്റെ രണ്ടാമത്തത് കണ്ടുപിടിക്കാം. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ ഓക്കെയാണ്, നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ടുപിടിച്ചു വിത്തൗട്ട് ടാക്സില്. ഇനി അതേപോലെ കെ ഇ കണ്ടുപിടിക്കണ്ടേ? ആ, എടാ കെ ഓല് മാറ്റം ഉണ്ടാവില്ല, കാരണം വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ കെ ഒ യു ഈക്വൽ ടു കെ ഇ യു ആണ്. കാരണം നോക്ക്, നിങ്ങൾ ഞാൻ പിന്നീട് പഠിക്കാൻ പോകുന്ന ഇക്വേഷനിൽ കണ്ടോ, ഇവിടെ ടിക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ കെ ഒ ജി വിൽ ബി ഈക്വൽ ടു കെ ഇ യു എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. മനസ്സിലായോ? സോ വിത്തൗട്ട് ടാക്സ് വരുമ്പോൾ നമുക്ക് രണ്ട് ഫസ്റ്റത്തെയും തേർഡ് പോയിന്റും ക്ലിയർ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും 1 lakh ആയിരിക്കും. കെ ഒയും കെ ഇയും ഓൾസോ എത്രയായിരിക്കും? 18% ആയിരിക്കും. ക്ലിയർ അല്ലേ? അത് മനസ്സിലായോ? യെസ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? കെ ഇ അല്ലേ? കെ ഇ ജി. സോ കെ ഇ ജി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? കെ യു പ്ലസ് കെ യു മൈനസ് കെ ഡി, എന്നിട്ട് ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ഇൻറ്റു 1 മൈനസ് ടാക്സ് ആണ്. ഇവിടെ ടാക്സ് ഇല്ലാത്ത കേസ് കൊണ്ട് ഡയറക്ട്ലി ചെയ്തുകൂടെ? യെസ്. സോ വാട്ട് ഈസ് കെ ഇ യു? 18% പ്ലസ് കെ ഇ യു ഇസ് 18 മൈനസ് നിങ്ങൾക്ക് കെ ഡി എത്രയാ തന്നെ? എത്ര പെർസെന്റേജിന്റെ ഡെപ്റ്റ് ആന്ന് പറഞ്ഞത്? 12%. ഞാൻ പറഞ്ഞു ടാക്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇവിടെ നിങ്ങൾ എത്ര തന്നെ എടുക്കുക? 12% തന്നെ എടുക്കുക കേട്ടോ. യെസ്, ഇൻറ്റു ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. നോക്കടാ, വാല്യൂ ഓഫ് ദ ഫേം ഈസ് 1 lakh അല്ലേ? സോ വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാ പറഞ്ഞ ക്വസ്റ്റ്യനിൽ? 54 ലാഖിന്റെ ഡെപ്റ്റ് ഉണ്ട് കണ്ടോ? 54 ലാഖിന്റെ ഡെപ്റ്റ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഇക്വിറ്റി വിൽ ബി ഹൗ മച്ച്? 46 lakh. സോ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി നിങ്ങൾക്ക് എത്ര കിട്ടും? 54 by 46. സോ ആൻസർ ഈസ് 18 plus 6 into 54 by 46. പ്ലീസ് ആൻസർ എത്രയാ? ഫൈനൽ ആൻസർ ഒന്ന് പറയാമോ? എത്രയാ ഫൈനൽ ആൻസർ? 25.04 ആണോ? 25.04 ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. സോ വിത്തൗട്ട് ടാക്സിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നും അടിക്കാനില്ല. എന്താണെന്ന് അറിയോ? സോ ഫസ്റ്റ് പോയിന്റ്, വാല്യൂ ഓഫ് ഗിയേർഡ് ഫോമും വാല്യൂ ഓഫ് അൺലിവേർഡ് ഫോമും രണ്ടും സെയിം ആണ്. അറ്റ് ദ സെയിം ടൈം കെ ഒ ഓഫ് അൺലിവേർഡ് ഫോമും കെ ഇ ഓഫ് അൺലിവേർഡ് ഫോം എന്താ? സെയിം അല്ലേ? ആൻഡ് ഫൈനലി കെ ഒ ജി ഓൾസോ സെയിം ആ. കെ ഒ ജി ഓൾസോ സെയിം ആയിരിക്കും. മനസ്സിലായോ? എന്താണ്? അൺലിവേർഡ് ഫേമിന്റെ കോസ്റ്റും ലിവേർഡ് ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും സെയിം ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം എന്ത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് അൺലിവേർഡ് ഫേമും സെയിം ആയിരിക്കും. ആകെ ചേഞ്ച് ചെയ്തുള്ളൂ കെ ഇ ജിയിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ ഡയറക്ട്ലി നിങ്ങൾക്ക് ഇക്വേഷൻ ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ? എങ്ങനെ? വെയിറ്റ് ഓഫ് ഡെപ്റ്റ്, ഡെപ്റ്റ് ഇൻറ്റു കെ ഡി അല്ല, ഡെപ്റ്റ് ഇവിടെ എത്രയാ നോക്ക്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ കണ്ടോ, അവര് പറഞ്ഞു കെ ഒ ഈസ് 18 എന്ന് പറഞ്ഞു. 18, സോറി, കെ ഒ 18 അല്ലേ? സോ 18 ഈക്വൽ ടു weight of debt into weight of equity ചെയ്യാം. So weight of debt is 54. 54 into weight of debt into KD, how much? 12%. Okay. Plus 46 into KE. See, ഇത് നിങ്ങൾ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. 25.04 തന്നെ ആയിരിക്കട്ടെ. ഈ ഒരു ഇക്വേഷന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. ഹോൾ ഡിവൈഡ് ബൈ 100 സെറ്റ് ആണോ? ഓക്കെ. സോ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തെന്നുള്ളൂ. ഓക്കെ.
പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു, കാരണം സോ ദാറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് 1 - t ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിത്ത് ടാക്സിന്റെ കേസ് കിട്ടും. സോ 3 ഓക്കെ ആണോ? വാല്യൂ ഓഫ് അൺഗിയേർഡ് ഇവിടെ എത്ര? വാല്യൂ ഓഫ് അൺഗിയേർഡ് ഫേം ഈസ് 18 lakh ഡിവൈഡ് ബൈ 18%, 1 crore കിട്ടി. വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം അല്ലേ? യെസ്. സോ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം 1 crore ആണ്. അപ്പൊ വാല്യൂ ഓഫ് ലിവേർഡ് ഫേം തന്നെയാ 1 crore. അവിടെ KOGയും KOUയും എല്ലാം സെയിം ആണ്, അതും കുഴപ്പമില്ല. ആകെയുള്ള ചേഞ്ച് ഇതിന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വെയിറ്റഡ് ആവറേജിന് ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്ട്ലി കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ഡയറക്ട്ലി ഇത് എടുക്കാം. സെറ്റ് അല്ലേ ഇക്വേഷൻസ്? ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ എല്ലാം പഠിച്ചൂടെ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോവാ, വിത്ത് ടാക്സിലോട്ട് പോവാ. റെഡി ആണോ? വിത്ത് ടാക്സിലോട്ട് പോവാ. ഓക്കെ. സോ വിത്ത് ടാക്സിന്റെ കേസ് നോക്കാം കേട്ടോ. വിത്ത് ടാക്സ്. സോ വിത്ത് ടാക്സ്. എടാ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് വാല്യൂ ഓഫ് ഗിയേർഡ് ഫേം ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് ആണ്. അതേപോലെ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം കണ്ടുപിടിക്കാൻ നിങ്ങൾ EBIT ഇൻറ്റു 1 - ടാക്സ് ഡിവൈഡഡ് ബൈ KU ചെയ്യണം എന്ന് പറഞ്ഞു. സോ ശ്രദ്ധിച്ചോ കേട്ടോ. ഫസ്റ്റ് അത് ചെയ്യാം. നോക്ക്, നിങ്ങൾക്കിപ്പോ ടാക്സ് ഉള്ള കേസ് ആണെന്ന് വിചാരിക്കേ. ടാക്സ് ഉള്ള കേസ് ആണെങ്കിൽ നോക്ക്, ഈ 18 ലക്ഷത്തില് 18 ലക്ഷവും നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുമോ? ഇല്ലല്ലോ. അൺലിവേർഡ് ഫേമിന്റെ കേസാ പറയുന്നത്, ഇൻട്രസ്റ്റ് ഒന്നും എടുക്കണ്ട അല്ലെ. EBIT എത്രയാ? 18 ലക്ഷം. സി നമ്മളിപ്പോ ഇക്വേഷൻ എടുക്കുകയാണ്, 18 ലക്ഷം ആണെന്ത് EBIT വരാം. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ 18 ലക്ഷം തന്നെയല്ലേ നെക്സ്റ്റ് വരാ? EBT. അവിടുന്ന് ടാക്സ് ഉള്ളത് കൊണ്ട് 30% ടാക്സ് ഉള്ളതുകൊണ്ട് കുറക്കണ്ടേ? ടാക്സ് ഉള്ളതുകൊണ്ട് കുറക്കണ്ടേ? ഇവിടെ എത്ര പെർസെന്റേജ് ടാക്സ് പറഞ്ഞേ? 40% ടാക്സ് പറഞ്ഞിട്ടുണ്ട്. സോ 40% ടാക്സ് കുറക്കണ്ടേ? യെസ്. സോ നോക്ക്, 18 lakh 1 - 0.4 അടിക്കുക. ഓക്കെ ആണോ? സോ ഇത് എത്രയാ വരുന്നത്? 18 lakh 40% കുറച്ച് നോക്കി എത്ര വരാം? 10,80,000 അല്ലേ? ഇതല്ലേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവിടെ പെർസെന്റേജ് എത്ര പറഞ്ഞേ? 18% പറഞ്ഞേ. ഓക്കെ. സോ എത്രയാ വരുന്നേ? ഡിവൈഡഡ് ബൈ 18% അടിച്ചേ. 60 lakh. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കാം, വാല്യൂ ഓഫ് അൺഗിയേർഡ് ഫേം ഇസ് ഈക്വൽ ടു 60 lakhs. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, വാല്യൂ ഓഫ് ഗിയേർഡ് ഫേമും ഇതും ഈക്വൽ ആവോ? ടാക്സ് ഉള്ള കേസിൽ ഇത് രണ്ടും ഈക്വൽ ആവൂല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് ഗിയേർഡ് ഫേം ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺഗിയേർഡ് ഫേം പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 60 ലാഖിന്റെ കൂടെ പ്ലസ് ഡെപ്റ്റ് എത്രയാ? 54 lakh അല്ലേ? ഇൻറ്റു ടാക്സ് റേറ്റ് 40%. സോ ഇത് എത്രയാ വരുന്നെന്ന് പറഞ്ഞേ? 60 lakh പ്ലസ് 54ന്റെ 40%. ആണോ? 81.6 lakh ആണോ? യെസ്. ഇപ്പൊ രണ്ടാമത്തേതും ക്ലിയർ ആണ്. സോ വാല്യൂ ഓഫ് ദ ഗിയേർഡ് ഫേം ഈസ് 81,60,000. സെറ്റ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? ഇതിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാ, ഡെപ്റ്റ് എത്രയാന്ന്. കണ്ടോ, ഇതിന് ഡെപ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം 54 lakh ഉണ്ട് എന്ന് അല്ലെ. അപ്പൊ ഇക്വിറ്റിയുടെ പോർഷൻ എത്രയാ വരിക? ബാക്കി എത്രയാ ഉള്ളത്? 27,60,000. സെറ്റ് ആണോ? ക്ലിയർ ആണോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാല്യൂ ഓഫ് ഗിയേർഡ് ഫേമിൽ 81,60,000 ഉണ്ടല്ലോ, അതിൽ ഡെപ്റ്റ് ആണ് 54 ലക്ഷത്തിന്റെ വാല്യൂ.
ഇപ്പൊ ഇക്വിറ്റിക്ക് വാല്യൂ എത്രയേ ഉള്ളൂ? 27,60,000 വാല്യൂ അല്ലേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കെ ഇ കണ്ടുപിടിക്കാൻ. സോ കെ ഇ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ നോക്ക്. കെ ഇ ജി ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു, കെ ഇ യു പ്ലസ് നിങ്ങൾ എന്താ ചെയ്യുക, ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ഇൻറ്റു കെ ഇ യു മൈനസ് കെ ഡി, എന്നിട്ട് എന്തും കൂടി എടുക്കണം? 1 മൈനസ് ടാക്സും കൂടി എടുക്കണം, നേരത്തെ അതേ ഇക്വേഷൻ. സോ വാട്ട് ഈസ് കെ ഇ യു? പറ, കെ ഇ യു എത്രയാ? അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, 18% തന്നിട്ടുണ്ട്. പ്ലസ് ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, നിങ്ങൾക്ക് ഇവിടെ ഡെപ്റ്റും ഇക്വിറ്റി എത്രയാ തന്നിട്ടുള്ളത്? ഡെപ്റ്റ് 54 ആ. സോ 54 ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എത്രയാ? 27.6 ആണ്. ഇൻറ്റു 18 മൈനസ് 12 തന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ 12 തന്നെ എടുക്കണം. നിങ്ങൾക്ക് ഇവിടെ ടാക്സിന്റെ ഒഴിവാക്കണ്ട. ഓക്കെ, ടാക്സിന്റെ പാർട്ട് ഇവിടെ വന്നാൽ മതി. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 18% പ്ലസ്, നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എത്രയാ വരുന്നത്? 54 ഇൻറ്റു 6 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 27.6 എത്ര കിട്ടുന്നത്? 7.04 തന്നെയല്ലേ? 7.04 തന്നെയല്ലേ? ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? 7.04 കിട്ടി. ഈക്വൽ ടു 25.04% സെറ്റ് ആണോ? അപ്പൊ ഇവിടെ നമുക്ക് നെക്സ്റ്റ് പോയിന്റും കൂടി കിട്ടി. കെ ഇ ജി ഇസ് ഈക്വൽ ടു 25.04 സെറ്റ് അല്ലേ? ഓക്കെ, കണ്ടുപിടിച്ചോ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 25.04 തന്നെ കിട്ടുന്നത് കേട്ടോ. സോ രണ്ട് കേസിലും യു വിൽ ഗെറ്റ് 25.04 കിട്ടുന്നുണ്ട്. 81,60,000 18%, so last you will get 25.04. Okay, yes, അത് ഈക്വൽ ആവൂടാ. അത് ഈക്വൽ ആവും, കറക്റ്റ്. ഇനി ലാസ്റ്റ് എന്താ അറിയോ? കെ ഒയിലുള്ള മാറ്റമാണ്. കെ ഒയില് മാറ്റം നോക്കിക്കോ, ശ്രദ്ധിച്ചോ. കെ ഒയിലുള്ള ചേഞ്ച് നോക്കാം. കെ ഒ ജി ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ കൂടെ പഠിക്കണേ, ലാസ്റ്റ് ഇക്വേഷൻ ഇതാണ്. കെ ഒ ജി ഇസ് ഈക്വൽ ടു കെ ഇ യു ഇൻറ്റു 1 മൈനസ് ടി എൽ. കെ ഇ യു ഇൻറ്റു 1 മൈനസ് ടി എൽ. ഓക്കെ അല്ലേ? നോക്കുക. സോ കെ ഇ യു ഇൻറ്റു 1 മൈനസ് ടി എൽ. സോ വാട്ട് ഈസ് കെ ഇ യു? 18 കിട്ടിയിട്ടുണ്ട് അല്ലെ? അൺലിവേർഡ് ഫേമിന്റെ കെ ഇ 18 കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു 1 മൈനസ് ടി എൽ. ടി മീൻസ് 0.4. എൽ എങ്ങനെയാന്ന് വെച്ചാൽ ഡി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ഇ ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 18 into 1 minus 0.4 into d is 54 divided by d plus c എത്രയാ? 81.6. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? ആണോ? 13.23 ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സി ഇതിപ്പോ പല ആംഗിളിൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ.
സെയിം ആൻസർ കണ്ടുപിടിക്കാൻ വേറെ വേറെ ആംഗിൾ ഉണ്ട്. ഓക്കെ, എല്ലാം കൂടി പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ആംഗിൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസേഴ്സിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, പക്ഷെ അതിലോട്ട് പോണ്ട. എക്സാമിന് എന്തുകൊണ്ടോ നല്ലത് ഈ 4 ഇക്വേഷൻ പഠിക്കുക കേട്ടോ. നിങ്ങൾ ഇത് ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് മനസ്സിൽ വെക്കുക ഈ സാധനം കേട്ടോ. വിത്ത് ടാക്സ് ആണെങ്കിൽ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ ഇതേ സാധനം എടുത്ത് ഇട്ടാൽ മതി. ടാക്സിന് എന്ത് ചെയ്യുക, ജസ്റ്റ് 0 ഇട്ട് കൊടുത്തിട്ട് വിത്തൗട്ട് ടാക്സിന്റെ കേസ് എടുക്കുക. ടാക്സ് ഉള്ള കേസ് ആണെങ്കിൽ സെറ്റ് അല്ലേ? ഓക്കെ ആണോ? എല്ലാത്തിനും ഇത് അപ്ലിക്കബിൾ ആവും. അടുത്തലോട്ട് പോവാം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കിട്ടാ. വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സിന്റെയും ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കി ഇന്ന് രാത്രി തന്നെ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ.